നമ്മൾ BPSC 186 8ാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. പിന്നെ ഓവറോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് സ്ട്രെസ് എന്നും സ്ട്രെസ് കൊണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ അതിനെ അതിജീവിക്കാം, അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെസ്സുമായിട്ട് എങ്ങനെ നമുക്ക് ചേർന്ന് ജീവിക്കാം, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇത് 186 ആണ്. അപ്പം ഇതിൻ്റെ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കുക. സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളാകാം, അല്ല നമ്മുടെ മാനസികാവസ്ഥകളാകാം. അത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രത്യേക ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സന്ദർഭം, ഒരു കാര്യം ആകാം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമുക്കത് നോക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് സ്ട്രെസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടു ഡ്രോ ടൈറ്റ് എന്ന് വെച്ചാൽ മുറുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം സ്ട്രിഞ്ച് എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് സ്ട്രെസ് ഉണ്ടായത്. ആ വേർഡിൻ്റെ അർത്ഥം ടു ഡ്രോ ടൈറ്റ്, മുറുക്കി വെക്കുക. അപ്പം പിരിമുറുക്കത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് ഉണ്ടാകുന്ന പിരിമുറുക്കം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ചുറ്റുപാടിലുണ്ടാകുന്ന സംഗതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന അല്ല ശരീരത്തിനുണ്ടാക്കുന്ന പ്രതിപ്രവർത്തനം, അല്ല ശരീരത്തിന് ഡിഫൈൻ ചെയ്യാതെ മുൻകൂട്ടി തീരുമാനിക്കാത്ത രീതിയിൽ ആ പ്രശ്നത്തിന് പ്രതികരിക്കുന്ന എങ്ങനെയാണോ ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നന്നായി പ്രവർത്തിക്കുന്ന വെൽബീയിങ് ആയിട്ട് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ അവസ്ഥയെ നമ്മൾ ഒന്ന് ടൈറ്റൻ ചെയ്യും, ഒന്ന് പിരിമുറുക്കുക. അപ്പോൾ ആ അവസ്ഥയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്താഗതി അനുസരിച്ച് ആ സാഹചര്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് ബോഡിയിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനം എന്നുള്ളതിനാണ് നമ്മൾ സ്ട്രെസ് എന്ന് വെച്ചാൽ. ഇത് അൺഡിഫൈൻഡ് ബിഹേവിയർ ഓർ റിയാക്ഷൻ ഓഫ് യുവർ ബോഡി ടുവേഴ്സ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഏതെങ്കിലും ഒരു സാഹചര്യത്തോട് മുൻകൂട്ടി കണ്ട് തീരുമാനിക്കാതെ ശരീരം പ്രതികരിക്കുന്ന എന്താണോ അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ചുറ്റുപാടുകളെ, ആ ചുറ്റുപാടുകളും വ്യക്തിയുമായിട്ടുള്ള ബന്ധം, ആ ചുറ്റുപാടുകൾ അവനിലുണ്ടാക്കുന്നതായ അല്ലെങ്കിൽ അതൊരു ടാക്സായിട്ട് അതൊരു നിർബന്ധമായി എന്തെങ്കിലും ഒരു പ്രഷറായിട്ട് അല്ല ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കുകയും ആ പ്രവർത്തനത്തിൽ നിന്ന് അവൻ്റെ വെൽബീയിങ്ങിനെ അതുമായിട്ട് ചേരാനുള്ള സാഹചര്യത്തെ മാറ്റി ശരീരം പ്രതികരിക്കുന്ന എന്താണോ അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ സൈക്കോളജി അനുസരിച്ച് പറയുകയാണെങ്കിൽ മനസ്സിലുണ്ടാകുന്ന അത് ഇന്നർ ആന്തരികമായ സമാധാനക്കേടിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യത്തിൽ നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തോടുള്ള പ്രതികരണമാണ്. അത് ശരീരം എങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ എന്നിങ്ങനെ പ്രതികരിക്കുന്നു, അത് മുൻകൂട്ടി തീരുമാനിക്കാത്തതാണ്. മുൻകൂട്ടി തീരുമാനിക്കാൻ നമുക്ക് സ്ട്രെസ് ഉണ്ടാകില്ല. സ്ട്രെസ് നമ്മൾ കാണുന്നുണ്ട്, റീഅപ്രൈസൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സാഹചര്യത്തെ ഞങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അല്ല എങ്ങനെ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു, ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ശരീരം എങ്ങനെ പ്രതികരിക്കണം, ആ പ്രതികരണത്തെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ല ഇന്ത്യൻ ഫിലോസഫി അനുസരിച്ച് പറയുകയാണെങ്കിൽ ആന്തരികമായ സമാധാനം ഇല്ലായ്മ, കലുഷമായ ആന്തരികമായ ചിന്താഗതികൾ, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. അപ്പം ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്? ആദ്യത്തെ യൂസ്ട്രെസ് എന്ന് പറയും. യൂസ്ട്രെസ് എന്ന് പറയാം നല്ല സ്ട്രെസ്സാണ്, കാരണം എക്സ്പീരിയൻസ് ഗുഡ്, ഇതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നല്ലതാണ്. ന്യൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു ഗുണമില്ല, ഒന്ന് ഗുണവും ചെയ്യൽ ദോഷവും ചെയ്യല. അപ്പോൾ ആദ്യത്തെ യൂസ്ട്രെസ് എന്ന് പറയുന്ന സ്ട്രെസ് നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. ന്യൂ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത് ഗുണവും ദോഷവും ഇല്ലാത്തതാണ്. സാധാരണ നമ്മൾ പറയുന്നത് ഡിസ്ട്രെസ് എന്നാണ് പറയുന്നത്. ഡിസ്ട്രെസ് ആണ് സാധാരണ പറയുന്നത്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിനെയാണ് നമ്മൾ സാധാരണ സ്ട്രെസ്സായിട്ട് നമ്മൾ പറയുന്നത്. അത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും.
ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സ്ട്രെസ്സിനെയാണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സാറിന് സ്ട്രെസ്സായിട്ട് പറയുന്നത്. പിന്നെ ഹൈപ്പർ സ്ട്രെസ്, ഒരു ഒരു സ്ട്രെസ്, ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്നതായ സമ്മർദ്ദം അല്ലെങ്കിൽ പിരിമുറുക്കം കൂടുതലതിന് ഹൈപ്പർ സ്ട്രെസ് എന്നും, അത് കുറച്ച് ആണെങ്കിൽ അതിനെ ഹൈപ്പോ സ്ട്രെസ് എന്നും പറയും. അപ്പോൾ സ്ട്രെസ് 5 തരത്തിലാണുള്ളത്: യൂസ്ട്രെസ്, ന്യൂ സ്ട്രെസ്, ഡിസ്ട്രെസ്, ഹൈപ്പർ സ്ട്രെസ് ആൻഡ് ഹൈപ്പോ സ്ട്രെസ്. അപ്പം സ്ട്രെസ് എന്താണ്, എത്ര തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്, ഇനി എന്താണ് സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. അപ്പം സ്ട്രെസ് എന്താണ്, എത്ര തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഫസ്റ്റ് ഫ്രസ്ട്രേഷനാണ്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ് ദ ഗോൾസ്. നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ആ ലക്ഷ്യത്തിന് ഭംഗം വരിക, അല്ലെങ്കിൽ തടസ്സം വരിക, അല്ലെങ്കിൽ അത് ഇല്ലാതാകുക, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാതെ വരിക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആദ്യം സ്ട്രെസ് ഉണ്ടാകുന്നത്. ആ ഇതിന് ഫ്രസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് എത്താൻ വരുമ്പം ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിന് തടസ്സമോ, ലക്ഷ്യത്തിലെത്താൻ പറ്റാതെ വരികയോ, ലക്ഷ്യത്തിൽ എന്തെങ്കിലും മാറ്റം വരികയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് നമുക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് ബ്ലോക്കിംഗ് ഓഫ് യുവർ ഗോൾസ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. അത് പല കാരണങ്ങളാകാം. ഒരു ഗോളിനെ തടസ്സം വരുന്ന പല കാരണങ്ങളാകാം. അങ്ങനെയുള്ളതിനെ ഫ്രസ്ട്രേഷൻ എന്ന് പറയും. ദെൻ കോൺഫ്ലിക്ട്സ് ആണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസം രണ്ട് വ്യക്തികൾ തമ്മിലാകാം, ഒരു വ്യക്തിയുടെ മാത്രമാകാം, വ്യക്തികൾ തമ്മിലാകാം, ഗ്രൂപ്പുകൾ തമ്മിലാകാം. അപ്പം കോൺഫ്ലിക്ട്സ് ഏത് തരത്തിൽ വേണമെങ്കിൽ, ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്, ഒരു വ്യക്തിയുടെ അതേ കാര്യങ്ങൾ, എനിക്ക് തന്നെ ഒരു കാര്യം ചെയ്യണ്ടെന്ന് തോന്നുക, അതേസമയം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഉണ്ടാകുന്നതായ അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ട്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് പല രീതിയിലുണ്ട്. ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ്, ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. പിന്നെ പ്രഷറാണ്. ഏതെങ്കിലും സാഹചര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളുണ്ടാകുന്ന പ്രഷർ, സമ്മർദ്ദം. ആ സമ്മർദ്ദം എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. ഒരു കാര്യം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ആ സമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ ഒരു കാര്യം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അങ്ങനെ വർക്ക് പ്രഷർ ഉണ്ടാകാം. പിന്നെ ലൈഫ് ഈവൻറ്റ്സ്, ജീവിതത്തിലുണ്ടാകുന്ന ചില അവിചാരിതമായ ചില കാര്യങ്ങൾ, വേണമെങ്കിൽ മരണമാകാം, അസുഖമാകാം, അപകടങ്ങളാകാം, നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ദെൻ ഡെയിലി ഹാസിൽസ്, നിത്യേന നമുക്കുണ്ടാകുന്ന ബ്ലോക്കാകാം, ചില സാഹചര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തതാകാം, കാലാവസ്ഥകളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാകാം, അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാകാം. ഡെയിലി ഹാസിൽസ്, അപ്രതീക്ഷിതമായി ദിവസങ്ങളുണ്ടാകുന്ന കാര്യങ്ങളാകാം. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന, ഒരു വ്യക്തിയുടെ സ്നേഹബന്ധങ്ങൾ പിരിയാം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടാകാം, കുടുംബത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിള്ളലുകൾ ഉണ്ടാകാം. ഇതൊക്കെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പറയുന്നത്. ദെൻ സ്ട്രെസ് റിസൾട്ട് ഓഫ് സോഷ്യൽ കണ്ടീഷൻ, സാഹചര്യങ്ങൾ, സാമൂഹികമായ സാമുദായികമായ കാര്യങ്ങളിൽ വ്യത്യാസം വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ട്രെസ് ഉണ്ടാകാം. സോഷ്യൽ കണ്ടീഷൻസ്, ആ സോഷ്യൽ കണ്ടീഷൻസിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. ദെൻ കോൺഫ്ലിക്റ്റ്, ഇത്രയും കാര്യങ്ങളാണ്. ഫ്രസ്ട്രേഷൻ ഉണ്ടാകാം, കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം, പ്രഷർ ഉണ്ടാകാം, ലൈഫ് ഇവൻറ്റ്സ് ഉണ്ടാകാം, ഡെയിലി ഹാസിൽസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ കണ്ടീഷൻ. ഇത്രയും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകാം. ഇതിനകത്ത് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, രണ്ട് കാര്യങ്ങളും നമുക്ക് വേണം എന്ന് ഒരേ സമയത്ത് നമുക്ക് ചെയ്യാം, പക്ഷേ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് വരിക, രണ്ട് കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ഏതെങ്കിലും ഒന്നേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദെൻ അവോയ്ഡൻസ്, രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ല, പക്ഷേ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. മൂന്നാമത്തെ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരിക. ദെൻ മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് വരിക. അത് പോസിറ്റീവായിട്ട് വരാം, നെഗറ്റീവായിട്ട് വരാം, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവായിട്ട് വരാം. പല മൾട്ടിപ്പിളായിട്ടുണ്ടായത് നമുക്ക് ഒരു വികാരം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്.
അപ്രോച്ച് കോൺഫ്ലിക്റ്റ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആകുക. അതായത് രണ്ട് സാരി കാണിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് വസ്തുക്കൾ കാണിച്ചിട്ട് ഏതെങ്കിലും ഒന്നും എടുത്തോളാൻ പറയും. നമുക്ക് രണ്ടും ഇഷ്ടപ്പെട്ട ഒരു സാധനം, പക്ഷെ നമുക്ക് രണ്ടും എടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നും എടുക്കാൻ പറ്റും. അപ്പം ഇത് വേണോ അത് വേണോ എന്നുള്ളത്. ദെൻ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്, രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ ഏതെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. ദെൻ അപ്രോച്ച് അവോയ്ഡൻസ്, ഒന്ന് നമുക്ക് താല്പര്യമുണ്ട് പക്ഷെ അതിൻ്റെ റിയാക്ഷൻ നമുക്ക് നെഗറ്റീവായിട്ട് വരും. ദാറ്റ്സ് കോൾഡ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ദെൻ മൾട്ടിപ്പിൾ, ഒരു കാര്യം ചെയ്യുമ്പം ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകണം, ആ ജോലിക്ക് നല്ല കാര്യങ്ങളുണ്ട്, ചിലപ്പം ജോലി കിട്ടുന്ന നല്ല കാര്യമാണ്, അതെടുക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ട്രാവൽ ചെയ്യണം, അതാണ്. പക്ഷെ ഓവർ ടൈം നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ വരും. ഇത് മൾട്ടിപ്പിൾ അപ്രോച്ച് അവോയ്ഡൻസ്. ഒരു കാര്യത്തിന് തന്നെ പല രീതിയിലുള്ള ചിന്താഗതികളുണ്ടാകുക. അപ്പം അപ്രോച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫ്ലിക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മോഡൽസ് എന്തൊക്കെയാണ് ഒരു സ്ട്രെസ് വരുന്നത്? ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് ആണതാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒന്നെങ്കിൽ നമ്മൾ അതിനെ നേരിടുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി ഒളിക്കുക. പിന്നെ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറയും. ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാകുമ്പോൾ അതുമായിട്ട് ചേരാൻ വേണ്ടി നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ഇതാണ്. ആദ്യം ആ സംഗതിക്ക് റെസിസ്റ്റ് ചെയ്യുക. ഇതിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് അലാം സ്റ്റേജ്, ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം ഓർ ഗ്യാസ് എന്നാണ് ഇതിന് പറയുന്നത്, GAS. അപ്പം ആദ്യം നമ്മളതിനെ അലാം സ്റ്റേജ്, അതാ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നമുക്കൊരു അലാം കിട്ടുക. ആ അലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ റെസിസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അലാം, സെക്കൻഡ് റെസിസ്റ്റൻസ്, മൂന്നാമത്തെ അതിനെ നമ്മൾ റിയാക്ഷൻ ചെയ്യുക, എക്സോസ്റ്റ് ചെയ്യുക, അതിന് പ്രതികരിക്കുക. അത് പൊട്ടിത്തെറിയാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, കരച്ചിൽ വരാം, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകും, വേറെ എന്തെങ്കിലും ഉണ്ടാകും. അപ്പം ഇങ്ങനെ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. അപ്പം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഒന്നെങ്കിൽ അതിനെ നേരിടുക, അല്ലെങ്കിൽ അതിനെ ഓടി ഒളിക്കുക, അല്ലെങ്കിൽ ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം. പിന്നെ കോഗ്നിറ്റീവ് അപ്രൈസൽ, അതായത് ഈ സാഹചര്യം നമ്മൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യം നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു, അതാണ് കോഗ്നിറ്റീവ് അപ്രൈസൽ. ദെൻ പേഴ്സൺ എൻവയോൺമെൻറ്റ് ഫിറ്റ്, ഏതെങ്കിലും ഒരു സാഹചര്യമായിട്ട് മനുഷ്യന് ചേരാനായിട്ടുള്ള കഴിവ്. അപ്പോൾ പ്രത്യേക സാഹചര്യമായിട്ട് എങ്ങനെ മാനസികവും ശാരീരികമായിട്ട് നമ്മൾ അടുക്കുന്നു, ദാറ്റ് ഈസ് പേഴ്സൺ എൻവയോൺമെൻറ്റ് ഫിറ്റ് മോഡൽ. ആ സാഹചര്യത്തിൽ നമ്മൾ ചേരുന്നതിനാണ് പേഴ്സൺ എൻവയോൺമെൻറ്റ് ഫിറ്റ് മോഡൽ എന്ന് പറയാം. ദെൻ സൈക്കോ ഡൈനാമിക് തിയറി, ഇത് ഫ്രോയിഡിൻ്റെ തിയറി അനുസരിച്ചാണ്. ഓരോരുത്തരുടെ ജന്മവും അയാളുടെ മനസ്സും അയാളുടെ സാഹചര്യങ്ങളും അനുസരിച്ച്, അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് അതിന് നമ്മൾ എങ്ങനെ ചേരാൻ സാധിക്കണം. ദെൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ, അപ്പോൾ പാരമ്പര്യമായിട്ട് നമുക്കത് ഉള്ള ഒരു സാഹചര്യം നമ്മൾ എങ്ങനെ ആ സ്ട്രെസ്സുമായിട്ട് ചേർന്നു. പിന്നെ ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള, അത് സാഹചര്യങ്ങളുമായിട്ട് ചേർന്ന് അതുമായിട്ട് മനസ്സിലാക്കി ഡയസ്തീസിസ് സ്ട്രെസ്സാണ്. അപ്പം ഒന്ന് നമ്മുടെ പാരമ്പര്യവും ഒന്ന് സാമൂഹികവുമായിട്ട് ചേർന്നിട്ട് നമ്മൾ അതിന് എടുക്കുന്ന മോഡലാണ് ഡയത്തീസ് സ്ട്രെസ് മോഡൽ എന്ന് പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂഷൻ, എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് സാധാരണ സ്ട്രെസ് ഉണ്ടാകാൻ, അല്ലെങ്കിൽ എന്താണ് സ്ട്രെസ് ഉണ്ടാകാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ടൈപ്പ് എ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ എ പേഴ്സണാലിറ്റി ടൈപ്സിന് അവർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് യുങ്ങിൻ്റെ തിയറി ഇവിടെ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നുണ്ട്. പേഴ്സണാലിറ്റി ടൈപ്പ് തിയറിയിൽ ടൈപ്പ് എ പേഴ്സണാലിറ്റി, ടൈപ്പ് ബി പേഴ്സണാലിറ്റി ഉണ്ട്. ഇവർ പെട്ടെന്ന് പ്രോൺ ആകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരുടെ ലോകത്ത് തന്നെ ജീവിക്കുന്ന, അവരുടെ ചിന്താഗതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പെട്ടെന്ന് സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. പിന്നെ സ്റ്റേറ്റസ് ഇൻസെക്യൂരിറ്റി, അപ്പോൾ എപ്പോഴും സാമൂഹ്യമായിട്ട് നമുക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാർ, ഈ സമൂഹമായിട്ട് നമുക്ക് ചേരുമ്പോൾ എന്തെങ്കിലും മാനസികമായി ശാരീരികമായി ചേരാനായിട്ടുള്ള ഇൻസെക്യൂരിറ്റി, എനിക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണം സാധ്യത. പിന്നെ അർജൻസി ഓഫ് ടൈം, ഏത് കാര്യം പെട്ടെന്ന് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കാര്യം, എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, അങ്ങനെയുള്ള ആൾക്കാർക്ക്, അർജൻസി ഇരിക്കുന്ന ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഗ്രസീവ്നെസ്, ഹൈപ്പർ അഗ്രസീവ്നെസ്, ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് പെരുമാറുന്ന ആൾക്കാർ, എല്ലാത്തിനും ഓവർ ആയിട്ട് പ്രതികരിക്കുന്ന ആൾക്കാർ, അവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. ഫ്രീ ഫ്ലോട്ടിംഗ് ഹോസ്റ്റിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒഴിവായി നിൽക്കുക, സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിവാകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യത. ടൈപ്പ് ടുവേഴ്സ് സെൽഫ് ഡിസ്ട്രക്ഷൻ, അപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഡിസ്ട്രക്ഷൻ ചെയ്യാനുള്ള ഒരു സ്വഭാവം ഇതിനകത്തുണ്ടാകും. ദെൻ ഹോസ്റ്റിലിറ്റി, ഒഴിഞ്ഞു മാറി നിൽക്കുക. അപ്പോൾ ഇതാണ് സ്ട്രെസ് ഉണ്ടാകാൻ സ്ട്രെസ് ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്.
ദെൻ പെർഫെക്ഷനിസം. അപ്പോൾ എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നത് OCD, ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിനകത്ത് ഒബ്സഷൻ മാത്രം എടുക്കാം, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ലേൺ പെസിമിസം. എപ്പോഴും എല്ലാ കാര്യത്തിലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഒന്നും ശരിയാകുകയില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ പേഴ്സണലൈസേഷൻ. ഇപ്പം എന്താണ് ഇത്, എൻ്റെ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നത്. അപ്പം ആ ഒരു സെൻട്രലൈസ്ഡ് ഫിഗർ, എന്നെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുണ്ടാകുക. പിന്നെ പെർമനൻസസ് ഉണ്ട്. പിന്നെ പെർസീവ്നെസ്, എപ്പോഴും എന്തെങ്കിലും ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, അതിനിങ്ങനെ നിരന്തരമായി ചെയ്ത് അത് ആ പ്രൊഫഷനെ പോലെ തന്നെയാണ്. ദെൻ എഫക്ട് ഓഫ് സ്ട്രെസ്. സ്ട്രെസ് എങ്ങനെ ഒരു മനുഷ്യൻ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം സ്ട്രെസ് എന്താണ്, ഏത് തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ ടൈപ്പുള്ള ആൾക്കാർക്കാണ് സ്ട്രെസ് വരുന്നത്. ഇനി സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എഫക്റ്റ്, പല എഫക്റ്റ് ഉണ്ട്. സൈക്കോളജിക്കലായിട്ടുണ്ടാകാം, ഫിസിയോളജിക്കലായിട്ടുണ്ടാകാം, എമോഷണൽ ഉണ്ടാകാം, ബിഹേവിയർ ഉണ്ടാകാം. അപ്പം എല്ലാത്തിനും ഉണ്ട്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് സ്ട്രെസ് സാധാരണ ഇമ്പാക്ട് ഓൺ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധന ശേഷിയെ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെ അതിജീവിക്കാനുള്ള ശേഷിയെ ഇമ്പാക്ട് ചെയ്യും, അതിനെ കുറയ്ക്കും. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് കാർഡിയോവസ്കുലർ ഡിസോർഡർ ഇൻ ഇൻഡിവിജ്വൽസ്. അത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പം ഒന്ന് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും. സെക്കൻഡ് കാർഡിയോവസ്കുലർ ഡിസോർഡർ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ദെൻ കോസ് ഹൈപ്പർ ടെൻഷൻ, BP കൂട്ടുക, പ്രഷർ കൂട്ടാനായിട്ട് സ്ട്രെസ് ഇടവരും. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റൊമക് അപ്സെറ്റ്. കൂടുതലും സ്ട്രെസ് ഉള്ള ആൾക്കാർക്ക് പറയുന്നവർക്ക് സൈക്കോസൊമാറ്റിക് ഡിസോർഡറാണ്. എപ്പോഴും വയറിന് അപ്സെറ്റ്, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രശ്നം ഉണ്ടാകുക, ഓരോ ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുക, അങ്ങനെ ധാരാളം ബഹളങ്ങൾ നമുക്കുണ്ടാകും. കൂടുതലായിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് സ്റ്റൊമക് അപ്സെറ്റാണ് ഉണ്ടാക്കുന്നത്. ദെൻ ഡെവലപ്പിംഗ് ആസ്മ, ബ്രീത്തിങ് പ്രോബ്ലം ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രീത്തിങ് കൊണ്ട് ഡെവലപ്പിംഗ് ആസ്മ ഉണ്ടാകുക, അത് സ്റ്റൊമക്ക് പോലെ തന്നെ കഴിഞ്ഞാൽ ബ്രീത്തിങ്ങിനകത്തുണ്ട് പെട്ടെന്ന് ശ്വാസം വലിച്ചെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുക, ശ്വാസം ക്ലിയർ ആയിട്ട് കിട്ടാതെ വരിക, അങ്ങനെയുള്ള ആൾക്കാർ. അത് സാധാരണ ഗതി വലിച്ച് ഇങ്ങനെ ശ്വാസം വിടുന്ന ആൾക്കാരായിരിക്കും. ദെൻ ലീഡ് ടു ഒക്കറൻസ് ഓഫ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ കൂടുതൽ സ്ട്രെസ് അനുഭവിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രെസ് കൂടിയിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ദെൻ കോസ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. നേരെ തിരിച്ചും വരാം, തൈറോയിഡിസം സ്ട്രെസ് ഉണ്ടാക്കാം. സ്ട്രെസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയിഡ് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്, ഹൈപ്പർ തൈറോയിഡിസം. ദെൻ ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. കൂടുതലുണ്ടാകുന്ന ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടാകുക. ആ ഉത്കണ്ഠ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വിഷാദമുണ്ടാകുക. അപ്പം ശാരീരികമായിട്ടുണ്ടാകുന്നുണ്ട്, ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, പിന്നെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഒരു സ്ട്രെസ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് പ്രശ്നങ്ങളുണ്ടാകാം. ദെൻ ഇൻവോൾവ് സബ്സ്റ്റൻസ് യൂസ്, എന്തെങ്കിലും സിഗരറ്റ് വലിക്കുക, ബീഡി വലിക്കുക, ആൽക്കഹോൾ ഉപയോഗിക്കുക, പാൻപരാഗ് ഉപയോഗിക്കുക, സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന. കൂടുതലും ഇങ്ങനെ സ്ട്രെസ്സേഴ്സ് ചെയ്യുന്ന സ്മോക്കിങ്ങിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. കൂടുതൽ സ്മോക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം ഉണ്ടാകാം. എങ്ങനെ നമ്മൾ സ്ട്രെസ്, ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ സ്ട്രെസ് എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എങ്ങനെ, സ്ട്രെസ് എങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെ, നിത്യ കാര്യങ്ങൾ അല്ലെങ്കിൽ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, എങ്ങനെ സ്ട്രെസ്സുമായിട്ട് ചേരാം. അപ്പോൾ സ്ട്രെസ്സിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല, സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ സ്ട്രെസ് ഇല്ലാത്തൊരവസ്ഥയെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്ത് കാരണങ്ങളാണ്? അപ്പം കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസമാകാം, സാമുദായികമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാകാം, വ്യക്തിപരമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നമാകാം, നിത്യ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളാകാം, നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, വ്യക്തി ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകാനുള്ള കാര്യങ്ങൾ പലതാണ്. അപ്പോൾ സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ അതിജീവിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ ജീവിക്കാം, കോപ്പി ചെയ്യണം. അപ്പോൾ ഒരിക്കലും സ്ട്രെസ്സിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സ്ട്രെസ്സുമായിട്ട് നമ്മൾ കോപ്പി ചെയ്യുക, അതുമായിട്ട് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. അപ്പം ഇത് സ്ട്രെസ് കോപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ അത് വേ ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ട്രൈസ് ടു ഡീൽ വിത്ത് ദ സ്ട്രെസ് എക്സ്പീരിയൻസ് ബൈ ഹിം ഓർ ഹെയർ.
നമ്മുടെ സ്ട്രെസ് ഉണ്ടാകുന്ന അനുഭവങ്ങളെ എങ്ങനെ നമ്മൾ നേരിടുന്നു, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അത് ഗോൾസ് ഒബ്സ്റ്റക്കിൾ എന്തൊക്കെയാണ് ഈ കോപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ എൻഹാൻസ് ദ പോസിബിലിറ്റി ഓഫ് റിക്കവറി ബൈ ഡിസ്ക്രീസിങ് ദ നെഗറ്റീവ് എൻവോൺമെൻറ്റൽ കണ്ടീഷൻസ്. അപ്പം ആ നെഗറ്റീവ് എൻവോൺമെൻറ്റൽ കണ്ടീഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുക. അപ്പം പ്രശ്നങ്ങളെ കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഉണ്ടാകുന്ന മാനസിക, ശാരീരിക, വൈകാരിക പ്രവൃത്തിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം. അപ്പോൾ ടു ഏബിൾ ടു അഡ്ജസ്റ്റ് ദ നെഗറ്റീവ് സിറ്റുവേഷനുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. അതുപോലെ തന്നെ ടു മെയിൻറ്റെയിൻ എ സെൽഫ് ഇമേജ് ദാറ്റ് പോസിറ്റീവ് ആൻഡ് മെയിൻറ്റെയിൻ എമോഷണൽ ബാലൻസ്. അപ്പം നമുക്കുള്ള വൈകാരികമായിട്ട്, അതായത് നമ്മൾ സ്ട്രെസ് വരുമ്പോൾ ആ സ്ട്രെസ്സിനെ എങ്ങനെ മാനസിക, ശാരീരികമായി നേരിടുന്നു, വൈകാരികമായി പ്രവൃത്തിയിൽ നമ്മൾ എങ്ങനെ നേരിടും, ആ ഇതിനെയാണ് നമുക്ക് കോപ്പിംഗ് വരുന്നത്. ഇതുകൊണ്ടുള്ള ഗുണങ്ങളാണ്. ഗോൾ എന്തൊക്കെയാണ്? ലക്ഷ്യം ടു എൻഷുർ പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻ. അപ്പം വ്യക്തിപരമായ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുക. ഇത്രയുമാണ് ഗോൾ കൊണ്ട് നമ്മൾ കോപ്പിംഗ് കൊണ്ട് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സുമായിട്ട് നമ്മൾ ആ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും, അത് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെസ്സിനെ നേരിടാനുള്ള മാനസികമായ ഒരു കഴിവ് നമ്മൾ നേടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിന് ഗുണം കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് അതിനെ നമ്മൾ കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് സാമൂഹികമായ പ്രശ്നങ്ങൾ നമുക്ക് നേരിടുക. പിന്നെ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു സെൽഫ് ഇമേജ്, പോസിറ്റീവായിട്ട് സെൽഫ് ഇമേജ് നമ്മൾ ഉണ്ടാക്കുക. ആൻഡ് പോസിറ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് ഇതുമൊക്കെ ആയിട്ട് ചേരാൻ വേണ്ടിയുള്ള ഒരു കഴിവാണ് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രോ ആക്റ്റീവ് കോപ്പിംഗ് ആൻഡ് അവോയ്ഡൻസ് കോപ്പിംഗ്. പ്രോ ആക്റ്റീവ് സ്ട്രെസ് വരുമ്പോഴേ നമ്മളതിന് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അതിനെ നമ്മൾ മുൻകൂട്ടി കണ്ടുള്ള ആ സാഹചര്യത്തെ നമ്മൾ നേരിടുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ പ്രോ ആക്റ്റീവ് കോപ്പിംഗ് എന്ന് വെച്ചാൽ പ്രോ ആക്റ്റീവ്, അതായത് സ്ട്രെസ് വരുമ്പോൾ തന്നെ അതിന് മുൻകൂട്ടി നമ്മൾ നേരിടുക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക. ദെൻ അക്യുമുലേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക. എങ്ങനെയാണ് ഒരു സ്ട്രെസ് ഉണ്ടാകുന്നത്, ആ സ്ട്രെസ്സിന് നമുക്ക് എന്തൊക്കെ നേരിടാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനുള്ള റിസോഴ്സസ്, അതിനുള്ള വിവരങ്ങൾ, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഐഡൻറ്റിഫൈങ് ദ ആൻറ്റിസിപ്പേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ സ്ട്രെസ്സസ്. ഉണ്ടാകുന്ന എന്തൊക്കെയാണ് സ്ട്രെസ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാകാനുള്ള ആളാണോ, അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങളാണ് എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ നമ്മൾ നേരിടാനായിട്ടുള്ള ചെയ്യുക. ദെൻ ഇനിഷ്യൽ അപ്രൈസൽ. മുൻകൂട്ടി നമ്മൾ അപ്രൈസ് ചെയ്യുക, സാഹചര്യങ്ങളെ വിലയിരുത്തുക. അപ്രൈസൽ ആൻഡ് റീ അപ്രൈസൽ മേഖല. ഒരു കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെ അതിനെ വിലയിരുത്തും, വിലയിരുത്തുക. ആ വിലയിരുത്തുമ്പോൾ ശരിയായിരിക്കും നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ഇങ്ങനെ വരാം, ഇതാണ് സാഹചര്യം, എനിക്ക് ഇങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നോട്ടെ, അതെനിക്ക് കുഴപ്പമില്ല. അതാണ് ഇനിഷ്യൽ റീ അപ്രൈസൽ മെത്തേഡ്. പ്രിലിമിനറി എഫേർട്ട് ടു കോപ്പ് ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. അത് നമ്മൾ ആദ്യം കുറേ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. പ്രിലിമിനറി എഫേർട്ട്, അതിനെ നേരിടേണ്ട സ്ട്രെസ്സാണ്, നമുക്കില്ലാതിരിക്കുകയല്ല, നമുക്ക് ഇനി എങ്ങനെ നേരിടാം എന്നുള്ള ചിലപ്പോൾ ബ്രീത്തിങ് എക്സസൈസുകളാകാം, ചിലപ്പോൾ വരുമ്പോൾ അതിൻ്റെ മുൻകൂട്ടി കോപ്പി ചെയ്യുന്നതാകാം, മുൻകൂട്ടി തന്നെ വിലയിരുത്തുക. എങ്ങനെ വേണം പ്രിലിമിനറി എഫേർട്ട് ടു കോപ്പ് ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, സീക്കിംഗ് ഫീഡ്ബാക്ക് ആൻഡ് യൂസിങ് ദ സെയിം. എന്നിട്ട് നമ്മളിതിൻ്റെ റിസൾട്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ നമുക്ക് സക്സസ് ആയി, അത് നമുക്ക് ഈ സ്ട്രെസ്സിനെ നേരിടാനായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. അപ്പം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്, ശരി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത് ശരിയായോ, നമ്മൾ തന്നെ അതിന് അപ്രൈസൽ ചെയ്യുക, റീ അപ്രൈസൽ മെത്തേഡ് ചെയ്യുക, അത് യൂസിങ് സെയിം. ഇപ്പോൾ അതിനെ നേരിടാൻ പറ്റുമെങ്കിൽ വീണ്ടും നമ്മൾ അത് തന്നെ ഉപയോഗിക്കുക. അടുത്തത് എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത്? സ്ട്രെസ്സിനെ നമ്മൾ കോപ്പി ചെയ്യുന്നത് ഒന്ന് എമോഷണൽ കോപ്പിംഗ് ഉണ്ട്, ആൻഡ് പ്രോബ്ലം ഫോക്കസ് കോപ്പിംഗ് ഉണ്ട്. അപ്പോൾ എമോഷണൽ കോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ നമ്മൾ സിറ്റുവേഷൻ നമ്മൾ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ റാദർ ദാൻ മോഡിഫൈങ്. സിറ്റുവേഷൻ മോഡിഫൈ ചെയ്യുന്ന ആ എമോഷൻ, അതിനോട് നമ്മൾ അപ്രോച്ച്, വൈകാരികമായ നമ്മുടെ അപ്രോച്ച് മാറ്റുക. നമുക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റില്ല, പക്ഷെ അതിനോടുള്ള നമ്മുടെ പ്രതികരണത്തെ നമുക്ക് ചെയ്യുക. അതാണ് എമോഷണൽ ഫോക്കസിങ് എന്ന് പറയുന്നത്. അത് പ്രോബ്ലം ബേസ്ഡ് ആകുമ്പോഴത്തേക്ക് ആ പ്രോബ്ലത്തെ either the deal or
മോഡിഫൈ ദ പ്രോബ്ലം. ആ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പം വൈകാരികമായിട്ട് നമുക്ക് സ്ട്രെസ്സിന് വരുമ്പോൾ വൈകാരികമായിട്ട് നമ്മളത് ആ സിറ്റുവേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ വൈകാരികമായിട്ട് നമ്മളെങ്ങനെ ആ വികാരത്തെ നമ്മളെങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ നേരിടണം വെക്കുക. മറ്റൊരു പ്രോബ്ലത്തെ നമ്മൾ മോഡിഫൈ ചെയ്യുക. ആ സിറ്റുവേഷനിലെ സാഹചര്യത്തെ നമ്മളെങ്ങനെ അതിജീവിക്കണം, അതിനെ എങ്ങനെ നേരിടണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കുക. ദെൻ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ചെയ്യുക? മെഡിറ്റേഷനാണ് സാധാരണ ചെയ്തിരിക്കുക. ആദ്യത്തെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ് വെച്ചാൽ നമ്മൾ ഏത് കാര്യത്തെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മൾ സ്വീകരിച്ച് വെച്ചിട്ട് ആ മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തിൽ വയ്ക്കും. ദാറ്റ് ഈസ് വാട്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാം. പിന്നെ ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ, അതീന്ദ്രിയ ധ്യാനം. അത് ഏത് പ്രശ്നങ്ങളെ വന്നാലും അതിനെ അതിജീവിക്കാൻ വേണ്ടി മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക. അതാണ് ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഗൈഡഡ് മെഡിറ്റേഷൻ, ആരെങ്കിലും നമുക്ക് സാഹചര്യങ്ങളനുസരിച്ച് നമ്മുടെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യുക. അത് ചിലപ്പോൾ ഒരു പക്ഷേ കൂട്ടത്തിൻ്റെ പ്രാർത്ഥനകളാകാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഗൈഡഡ് ഇന്ന രീതി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാകാം, അങ്ങനെ ചെയ്യുന്ന മെഡിറ്റേഷനാണ്. ദെൻ വിപാസന മെഡിറ്റേഷൻ. വിപാസന എല്ലാത്തിനും അതിജീവിക്കുന്ന, നമ്മുടെ ശരീരത്തിനെ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോളിലാക്കുന്ന പോസിറ്റീവായിരിക്കുന്ന വിപാസന കഴിയും. ലിവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ മെറ്റാ മെഡിറ്റേഷൻ. ഇത് മറ്റുള്ളവരെ സ്നേഹിക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ വരുമ്പം ആ പ്രശ്നങ്ങൾ നമ്മൾ എംപത്തറ്റിക്കായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ട് നമ്മൾ ഇരുന്നാണ് മെറ്റാ മെഡിറ്റേഷൻ ഓർ ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ. അതായത് മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്യുമ്പം ആ ഉപകാരത്തിൽ നിന്ന് അവർക്ക് ചെയ്യുന്നതായ സാഹചര്യത്തിൽ ഹെൽപ്പിൽ നിന്ന് സഹായത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മെഡിറ്റേഷൻ. പിന്നെ ചക്ര മീൻസ് വീൽ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഓരോ ചക്രങ്ങളും നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതൽ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോ ശരീര ഭാഗങ്ങളെയും നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നടത്തുന്ന ചക്ര മീൻസ് വീൽ മെഡിറ്റേഷൻ. ഇങ്ങനെ കറങ്ങി ഒരു സർക്കാർ. അത് പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്, പല ആൾക്കാർ നടത്തുന്ന മെഡിറ്റേഷൻസ് ഉണ്ട്. പിന്നെ യോഗയാണ്. ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ യോഗ ആസനങ്ങളല്ല. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഇത് കർമ്മയോഗ. ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ യോഗമാണ്, അല്ലെങ്കിൽ ഞാൻ നിയോഗിക്കപ്പെട്ടവളാണ്. എൻ്റെ കർമ്മം ഇതാണ്. ഞാനിപ്പം പരാതികളില്ലായിരിക്കും. ഇപ്പം ജോലി ചെയ്യുന്നു, ഒരാൾ വീട്ടിൽ ജോലി ചെയ്യുന്നു, ഇതെൻ്റെ കർമ്മമാണ്. ഒരു ഭാര്യ എന്നുള്ളത് എനിക്ക് ചെയ്യേണ്ടതാണ്. അച്ഛൻ എന്നുള്ള എനിക്ക് മക്കളെ നോക്കേണ്ടതാണ്. ഒരു ഭർത്താവ് എന്നുള്ള എനിക്ക് ഭാര്യ നോക്കേണ്ടത് കർമ്മമാണ്. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കർമ്മം വിധിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം ഓരോ ജാതി അനുസരിച്ച് ബ്രാഹ്മണർക്ക് പൂജ, ക്ഷത്രിയർക്ക് യുദ്ധം, വൈശ്യർക്ക് കൃഷി, അങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ചാതുർവർണ്ണ്യം തന്നെ നിലനിന്ന് കർമ്മയോഗയെ ബേസ് ചെയ്യുന്ന ചാതുർവർണ്ണ്യം തന്നെ വന്നു. പിന്നെ ഭക്തിയോഗയാണ്, ഒരു സ്പിരിച്വൽ പവർ. അപ്പം സ്പിരിച്വൽ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്കെല്ലാം സമർപ്പിക്കുന്ന ആ 6 നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ജീവിക്കുന്ന ഭക്തിയോഗ എന്ന് പറയും. 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാൻ ശിവശംഭവം, കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യങ്ങൾ, ഇതിനെ ചെയ്തിട്ട് ദൈവത്തിലേക്ക് സ്പിരിച്വലായിട്ട് ദൈവത്തിലേക്ക് നമ്മുടെ ചിന്താഗതികളെ അർപ്പിക്കുന്നതാണ് ഭക്തിയോഗം. ജ്ഞാനയോഗ എന്ന് വെച്ചാൽ വിസ്ഡം, ജ്ഞാനം ഉണ്ടാകുക. ഏത് കാര്യത്തെക്കുറിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകുക. ഉദാഹരണത്തിന് ഇപ്പോൾ ബുദ്ധന് ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ജ്ഞാനം കിട്ടിയെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ വേദനകളും കാര്യങ്ങളും മനസ്സിലാക്കാനും അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആ പ്രവൃത്തിയിലേക്ക് വരികയാണ്. അപ്പോൾ അതാണ് ജ്ഞാനയോഗ എന്ന് പറയുന്നത്. അപ്പം കർമ്മയോഗ കർമ്മം ചെയ്യുക. അപ്പം കൃഷ്ണൻ പറയുന്നുണ്ട്, യുദ്ധം ചെയ്യാനായിട്ട് വരുമ്പോൾ മഹാഭാരത യുദ്ധം തുടങ്ങുന്നത് കൃഷ്ണൻ പറയുന്നുണ്ട്, നിന്റെ കർമ്മമാണ് ചെയ്യുന്നത്. ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് ഈ യുദ്ധം ചെയ്യുന്നത് ധർമ്മത്തെ പരിപാലിക്കാനാണ്. അവിടെ പിതാമഹന്മാരോ ഒന്നും നമുക്ക് ബന്ധമില്ല. അവിടെ നിൽക്കുന്നതിന് ഗുരുഭൂതന്മാരാകാം, പിതാമഹന്മാരാകാം, അനിയന്മാരാകാം, സഹോദരന്മാർ. അവിടെ യുദ്ധത്തിനകത്ത് നമ്മുടെ കർമ്മം, രാജാവ് എന്നുള്ള നിലയ്ക്ക് നിന്റെ കർമ്മം യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ അർജുന സ്ട്രെസ് ഉണ്ടായപ്പോഴേ, ഗാന്ധീവൻ താഴെ വെച്ചപ്പോഴേ യുദ്ധം ചെയ്യാൻ പറ്റാതെ കൃഷ്ണൻ പറഞ്ഞവിടെ കർമ്മയോഗയാണ്. അപ്പോൾ ഭക്തിയോഗ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തിയിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കുക. അപ്പം എല്ലാം ഭഗവാൻ തരുന്നതാണ്, അല്ലെങ്കിൽ എല്ലാം ദൈവം തരുന്നതാണ്. ദൈവത്തെ അടിസ്ഥാനമാക്കി എനിക്ക് വരുന്ന നല്ലതും ചെയ്ത ദൈവത്തിലാണ്. അപ്പം എല്ലാ നമ്മുടെ കാര്യങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ഞാൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ദാറ്റ് ഈസ് കോൾഡ് സ്പിരിച്വൽ ലെവലിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഭക്തിയോഗ. ഞാനിത് ഇതിനെക്കുറിച്ചുള്ള അറിവുകളാണ്. വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ അന്തം എന്താണ്, ഇതിന് നമ്മുടെ നിലനിൽപ്പ് എന്താണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്.
ഇതിനെക്കുറിച്ചുള്ള എന്നെക്കുറിച്ചുള്ള സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാണ് ജ്ഞാനയോഗ എന്ന് പറയുന്നത്. വിസ്ഡം, ആത്മജ്ഞാനം, ആത്മാവിനെ തിരിച്ചറിയുന്നു, അതാണ് യോഗ യോഗ. അപ്പൊ ഈ യോഗയും യോഗാസനവും തമ്മിൽ വ്യത്യാസമാണ്. അപ്പൊ ഇത് യോഗയാണ്. അപ്പോൾ യോഗാസനം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ പോസ്റ്ററുകളാണ്. പല രീതിയിൽ നമ്മളെ ശരീരത്തെ വെച്ച് നമ്മൾ ചെയ്യുന്ന ആ ഇതിനാണ് നമ്മൾ ആസനാസ് പറയുന്നത്. ആസനത്തിന് ഓരോ ആസനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പോസ്റ്ററുകൾ ഇരുന്നിട്ടാണ് നമ്മൾ. ആദ്യത്തെ പത്മാസനമാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ആസനം പത്മാസനമാണ്. അപ്പം യോഗയും യോഗാസനാസും വേറെയാണ്. യോഗ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ബേസ് ചെയ്തിട്ടുള്ളത്. ആസന നമ്മൾ പ്രത്യേക ശരീരത്തിന് പോസ്റ്ററുകൾ വെച്ചിട്ട് നമ്മൾ ഇതിനെ നേരിടുന്നതാണ്. ആദ്യത്തെ പത്മാസന, 2 കാലുകളും തൊടയിൽ മുകളിൽ കയറ്റി വെച്ചിട്ട് ഇരുന്ന് ജപിക്കുന്ന അല്ലെങ്കിൽ ആ ആസനയാണ് പത്മാസന എന്ന് പറയുന്നത്. സുഖാസനം, ശരീരമായി സാധാരണ ഇരുന്നിട്ട് സാധാരണ ചമ്പടം പറഞ്ഞിരുന്നിട്ട് നമ്മൾ ചെയ്യുന്നതായ സുഖ ആസനം. സിദ്ധാസനം, സിദ്ധാസനം വെച്ചാൽ നമ്മുടെ 2 ഭാഗങ്ങളെ, നമ്മുടെ ജനേന്ദ്രിയത്തിന് 2 ഭാഗങ്ങളെ പ്രസ് ചെയ്തിരുന്നിട്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് സിദ്ധാസനം. ദെൻ വജ്രാസനം, വജ്രാസനം കാലും മടക്കി നമ്മൾ ഇരിക്കുക, എന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ദെൻ ത്രികോണാസനം, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ നിർത്തിയിട്ട് ത്രികോണത്തിൻ്റെ രീതിയിൽ നമ്മൾ ആക്കി വെക്കുന്നത് ത്രികോണ ആസനം. ദെൻ ഭുജംഗാസനം, കാല് ശരീരം നേരെ ഇരുത്തിട്ട് ഇങ്ങനെ വളഞ്ഞ് നമ്മൾ നിന്നിട്ടിരിക്കണം. ആ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, അതായത് വയറ് മുതൽ താഴെയുള്ള ഭാഗങ്ങൾ നിലത്തുറപ്പിച്ച് ശരീരത്തിൻ്റെ മുൻഭാഗങ്ങളെ, നടു മുതൽ മുകളിലോട്ട ഭാഗങ്ങളെ വളച്ച് വെച്ച് നേരെ നോക്കിയിരിക്കുന്നത് ഭുജംഗാസനം. ദെൻ പ്രാണായാമം. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്തിങ് ആണ്. നമ്മൾ ബ്രീത്ത് എടുക്കുക. അത് പല രീതികളിലുണ്ട്. ഒന്നെങ്കിൽ സ്ലോലി ബ്രീത്ത് എടുക്കുക, സ്ലോലി ബ്രീത്ത് വിടുക. ഒന്നെങ്കിൽ ബ്രീത്ത് എടുത്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ബ്രീത്ത് പുറത്തേക്ക് വിടുക, അല്ലെങ്കിൽ ഒരു മൂക്കിൽ കൂടെ എടുത്തിട്ട് മറ്റേ മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുക. അപ്പോൾ മാറി അത് ചെയ്യാം. അപ്പം ബ്രീത്തിങ് എക്സസൈസ് പല രീതിയിലുണ്ട്. ഓരോ പോസ്റ്ററുകളിൽ ഏതെങ്കിലും ഒരു ആസനത്തിൽ, പത്മാസനത്തിലോ സുഖാസനം, സിദ്ധാസനയിൽ ഇരുന്നിട്ട് ഭുജംഗാസനയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ശരീരത്തിൽ ബ്രീത്ത് എടുത്ത് ശ്വാസോച്ഛാരണം, അതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ ക്രമങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ശ്വാസമാണെന്നും ആ ശ്വാസത്തിനെ പ്രത്യേക രീതിയിലെടുത്ത് നമ്മൾ വിടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ റിലാക്സ്ഡ് ആകും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ്, അത് അടുത്ത മനസ്സിലെ ടെക്നിക്ക്. കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ്, അത് നമ്മൾ കാണുന്ന കാര്യങ്ങളെ, നമ്മുടെ ചിന്താഗതികളെ നമ്മൾ മാറ്റുക, റീസ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് കാര്യത്തെ കണ്ടാലും അതിനെ റീഅപ്രൈസ് ചെയ്ത് വിലയിരുത്തി നമ്മൾ മാറ്റും. അതിന് 3 രീതികളാണ് നമുക്ക്. ABCD ടെക്നിക്സ് ഓഫ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയറിലാണ്. അപ്പോൾ ABCD ബിഹേവിയർ, എ എന്ന് പറയുന്നത് അതിനകത്ത് തെറാപ്പിയുടെ REBT, റിബറ്റ് എന്ന് പറഞ്ഞ ആണ് ആൽബർട്ട് എല്ലീസ് ആണ് തുടങ്ങിയത്. അപ്പം റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി. അപ്പം REBT, റിബർട്ട് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ABCD എന്ന് പറഞ്ഞ ടെക്നിക്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് തുടങ്ങിയത് ആൽബർട്ട് എല്ലീസ് എന്ന് പറഞ്ഞ ആളാണ്. ഇത് ആക്ടിവേറ്റിംഗ് ഈവൻറ്റ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ A എന്ന് വെക്കുക, അതാണ് ABCD. B എന്നൊരു ബിലീഫ്, നമ്മുടെ വിശ്വാസം. അത് റാഷണൽ, ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, തിങ്കിങ് എന്ന് പറയുന്നത് ഇസ് ഇറ്റ് റാഷണൽ ഓർ ഇറാഷണൽ എന്ന് ആ കാര്യത്തിൽ നമ്മൾ വിലയിരുത്തുന്നത് ഏത് രീതിയിലാണ്. കാരണം റാഷണൽ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ റാഷണലായിട്ട് അതിന് പോസിറ്റീവ് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുക. ദാറ്റ് കോൾഡ് ബിലീഫ്. ദെൻ അതിൻ്റെ കോൺസിക്വൻസസ്, വൈകാരികമായിട്ടും പെരുമാറ്റപരമായിട്ടും അതിൻ്റെ റിസൾട്ട് എന്താണ്. ദെൻ ഡിസ്പ്യൂട്ടഡ്, ആ റിസൾട്ടിനെ കുറിച്ച്, ആ വിശ്വാസത്തെക്കുറിച്ച്, അതിൻ്റെ റാഷണൽ ബിലീഫിനെ കുറിച്ച് ദെൻ അതിനെ ഡിബേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുക, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് കോൾഡ് ഇഫക്റ്റ്. ആ ഡിസ്പ്യൂട്ടിങ് ഇറാഷണൽ ബിലീഫിനെ എങ്ങനെ നമ്മൾ കൊണ്ടുവരും, ഇതാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പം REBT ഇതാണിത്, പ്രപ്പോസ് ബൈ ആൽബർട്ട് എല്ലീസ് ആണ് ഇത് തുടങ്ങിയത്. ഇതിൻ്റെ പേര് റാഷണൽ
ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി that was proposed by Albert. അതിനുള്ള സ്റ്റെപ്പുകളാണ് 5 സ്റ്റെപ്പുകളാണ്. ആക്ടിവേറ്റിംഗ് ദ ഇവൻറ്റ്, ദെൻ ബിലീഫ്സ്, ദെൻ കോൺസിക്വൻസസ്, എന്താണ് അതിൻ്റെ ഉണ്ടാകുക, അതിന് ഡിസ്പ്യൂട്ട് ഉണ്ടാകുക, ദെൻ അതിൻ്റെ എഫക്റ്റ് എന്താണ്. അപ്പോൾ ഇതാണ് റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, ABCD എന്ന് പറയുന്ന ഇതാണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ സ്ട്രെസ്സിനെ നേരിടാനായിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, ഇത് സാധാരണഗതിയിൽ ടൈം മാനേജ്മെൻറ്റിനെക്കാളും ടൈം ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് സ്യൂട്ടബിളായിട്ട് എടുക്കാവുന്നത്. ഇത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. ഇതിനകത്ത് ടൈം മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് ബഡ്ജറ്റ് ചെയ്യാം. അതായത് നമുക്ക് 100 രൂപയുണ്ടെങ്കിൽ 100 രൂപ നമ്മൾ എങ്ങനെ ചെലവാക്കണം എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ് ടൈം അതിന് ബഡ്ജറ്റിംഗ് എന്ന് പറയും. അതുപോലെ 24 മണിക്കൂറിന് നമ്മൾ എങ്ങനെ ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് ടൈം മാനേജ്മെൻറ്റ്. അപ്പം എല്ലാം വേണം. അത് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഗുണം വേണം, നമുക്കതിൻ്റെ ദോഷം വേണം, നമുക്ക് ലാഭം വേണം. സമയത്ത് ലാഭം 24 മണിക്കൂർ നമ്മൾ 24 മണിക്കൂർ ഉപയോഗിക്കണം. അതിനകത്ത് നമുക്ക് നമ്മുടേതായ സമയം വേണം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. ഉദാഹരണത്തിന് ഈ 24 മണിക്കൂറിൽ നമുക്ക് സ്വന്തമായ കാര്യങ്ങൾ ചെയ്യണം, ശാരീരികമായ കാര്യങ്ങൾ ചെയ്യണം, വീട്ടുകാര്യങ്ങൾ നമുക്ക് ചെയ്യണം, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ പോകണം, വായിക്കണം, റിലാക്സേഷൻ വേണം, എല്ലാം വേണം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നെ ഇതിനെ പ്രയോറിറ്റൈസേഷനാണ്. പ്രയോറിറ്റി കൊടുക്കുക, ഓരോ കാര്യങ്ങൾക്കും ചെയ്യേണ്ട പ്രയോറിറ്റി കൊടുക്കുക. മുൻഗണന ക്രമങ്ങളനുസരിച്ച് നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അതുമായി നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പറയും. നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പം നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകിട്ട് കിടക്കുന്നത് വരെ, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 10 മണി വരെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെല്ലാം ലിസ്റ്റ് ചെയ്യാം. ലിസ്റ്റ് ചെയ്ത് ഇതിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്യാം. നമ്പർ 1 ചെയ്തേ പറ്റുമുള്ളൂ, അത് ആദ്യമായിട്ട് എഴുതുക. ഏറ്റവും ലീസ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എഴുതുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുന്നത് അടുത്ത ദിവസം കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കുക. കാരണം ഇതെല്ലാം ചെയ്തു തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് വേണ്ട ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ അതുതന്നെ പ്രയോറിറ്റൈസേഷൻ, നമുക്ക് മുൻഗണനാ ക്രമങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാം. പിന്നെ സ്കെഡ്യൂൾ ചെയ്യാം. അപ്പോൾ ഇത് സ്കെഡ്യൂൾ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്നിപ്പം 3:50 ഇവിടെ മീറ്റിംഗ് തുടങ്ങാം. അത് നമുക്ക് മാറ്റാൻ പറ്റും. സ്കെഡ്യൂൾ ചെയ്ത് 3:50 ഞാൻ ഇവിടെ വരണം. 3:50 ഇവിടെ വരണമെങ്കിൽ ഞാൻ എത്ര മണിക്ക് നമ്മൾ പുറപ്പെടണം, എത്ര മണിക്കൂർ ഇവിടെ എത്തേണ്ടി വരും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമയം നമ്മൾ സ്കെഡ്യൂൾ ചെയ്യാം. അപ്പം 9 മണിക്ക് ഓഫീസിൽ പോകണം, അത് കഴിഞ്ഞ് 1 മണിക്ക് കഴിയണം, കഴിഞ്ഞ് ഊണ് കഴിക്കണം, അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യണം, ഇന്നടത്ത് എത്തണം, ഇത്ര മണിക്ക് ട്രാവൽ ചെയ്യണം. നമ്മളിതൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കി വെക്കാം. ഇതിന് ഈ സ്കെഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മാർജിനോട് കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മൾ 4 മണിക്ക് നമുക്ക് കാണാൻ പോകും, നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് 4 മണിക്ക് ചെല്ലാമെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ ആൾക്ക് എന്തെങ്കിലും വന്നാലോ, അപ്പോൾ നമുക്ക് ഒരു റീസ്കെഡ്യൂൾ ചെയ്യണം, വേറെ എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് 1 മണിക്കൂർ ഞാൻ ഈ സമയം ചിലവഴിക്കാൻ ഇവിടെ വന്നു, ഞാൻ ഇവിടെ വെറുതെ ഇരുന്നിട്ട് പോകാന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് ഓഫ് 1 hour ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററിങ് ആണ്. ഒരു വീക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അപ്പോൾ സ്കെഡ്യൂൾ ചെയ്യണം. ഇതിവിടെ വരുമ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിനടുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം. ചിലപ്പോൾ എനിക്കൊരു 15 മിനിറ്റ് കിട്ടി, ഞാനിപ്പോൾ ഒരു 9:30 ഒരാളെ കാണാമെന്ന് പറയും. അയാൾ പറഞ്ഞാൽ എനിക്ക് 9:30 10 മണിക്ക് പറ്റും. അരമണിക്കൂർ നമുക്കൊന്നും ചെയ്യാനായിട്ട് നമുക്കില്ല. അവിടെ വെറുതെ ഇരിക്കുന്നതിലും നല്ലത് നമ്മളതിനെ ക്ലസ്റ്റർ ചെയ്യുക. ഈ അടുത്ത സ്ഥലത്ത് ഈ അരമണിക്കൂറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതല്ല ഈ അരമണിക്കൂർ നമുക്ക് വായിക്കാൻ എന്തെങ്കിലും പുസ്തകമുണ്ടോ, ഈ അരമണിക്കൂർ നമ്മൾ എന്തെങ്കിലും പെൻഡിങ് വർക്കുകളുണ്ടോ, അപ്പോൾ ക്ലസ്റ്റർ ചെയ്യുക. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കാര്യം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 10 കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരിക്കാം. ഒരു കാര്യം കിട്ടുന്നത് ചന്തയിലായിരിക്കാം, ഒരു കാര്യം കിട്ടുന്നത് കടയിലായിരിക്കാം, ഒരു കാര്യം കിട്ടുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പം 3 സ്ഥലത്താണ് ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുക്കയിൽ നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാം, ക്ലസ്റ്റർ ചെയ്യാം. ഈ ഏരിയയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പം ആ ഏരിയയിൽ മുഴുവൻ കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോകുക. അപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ യാത്രകൾ നമുക്ക് കുറയ്ക്കാം, സമയം നമുക്ക് സേവ് ചെയ്യാം. ടൈം മാനേജ്മെൻറ്റിൻ്റെ അകത്ത് പ്രയോറിറ്റൈസേഷൻ, സ്കെഡ്യൂളിംഗ്, ക്ലസ്റ്ററിങ്, ദെൻ ടൈം ബോക്സിങ്. ഇത് നമ്മൾ കൃത്യമായ സമയങ്ങൾ ചെയ്ത് നമ്മൾ അതിന് സൂക്ഷിക്കാം. ദെൻ ഡിസ്മാൻഡ്ലിങ്, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടത് കാര്യങ്ങളും
നമ്മൾ വേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ വേണ്ടാന്ന് വെക്കാം, ചില കാര്യങ്ങൾ ഒഴിവാക്കാം. അപ്പം അത് ചിലപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വേണ്ടാന്ന് വെക്കാം, എന്ത് വേണം ചെയ്യാം. ദെൻ എക്സിക്യൂഷൻ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സമയത്ത് നടത്താൻ ഉള്ള ഒരു കഴിവ്, എക്സിക്യൂഷൻ ടൈമിൽ നടത്തുക. ദെൻ ടൈം മാനേജ്മെൻറ്റിനകത്ത് ബ്ലോക്കിംഗ് ദ ടൈം വേസ്റ്റേഴ്സ്, ഇതിനൊക്കെ വന്നാലും കണ്ടമാനം സമയം നഷ്ടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പോകുന്നിടത്ത് ചില കാര്യങ്ങളാകാം, ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ ആവശ്യമില്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇഷ്ടംപോലെ ടൈം വേസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ അതിനെ നമ്മൾ കണ്ടുപിടിക്കുക, എന്തൊക്കെയാണ് നമുക്ക് ടൈം വേസ്റ്റേഴ്സ് ആയിട്ട് വരിക, അതിനെ നമുക്ക് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ സമയം വ്യത്യാസം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വണ്ടി നമ്മൾ കയറാണ്ട് ചെയ്യുന്നു, വണ്ടി 10 മിനിറ്റ് ലേറ്റാണ്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നൊരു സമയമാണ്, അത് നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും. ഇവിടെയൊക്കെ ടൈം വേസ്റ്റേഴ്സാണ്. ഇതിന് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കാം. ദെൻ ഡെലിഗേഷൻ, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാതെ നമുക്ക് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ കാര്യം ഇപ്പം എനിക്കൊരു കാര്യം ഒരു സ്ഥലത്ത് ചെയ്യാറുണ്ട്, ഞാനിപ്പം എറണാകുളത്ത് ഇരിക്കുകയാണ്, ട്രിവാൻഡ്രത്ത് ഒരു കാര്യമുണ്ട്, ട്രിവാൻഡ്രത്ത് വരെ ചെയ്ത് നമ്മൾ പോയി ചെയ്യണമെന്നില്ലാത്തൊരു കാര്യമാണെന്നിരിക്കാം. ചിലപ്പം അവിടുന്ന് ഒരു സാധനം കൊണ്ടുവരാനുണ്ട്, നമുക്ക് കയറ്റി അയച്ചു വിടാം, അവിടുന്ന് കയറ്റി വിടാൻ പറ്റും. ഞാൻ അവിടെ പോകണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാളോട് അത് കൊണ്ടുവരാൻ പറയാം. ഇതാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. പിന്നെ ഡീലിംഗ് വിത്ത് പ്രൊക്കാസ്റ്റിനേഷൻ, ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മൾ ചെയ്യാൻ വരുന്ന കാര്യം നമ്മൾ മാറ്റി വെക്കുക, പിന്നത്തേക്ക് വെക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രശ്നം, രാവിലെ നമ്മൾ 9 മണിക്ക് ഒരു കാര്യം ഒരു 10 മണിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നാളത്തേക്ക് നമുക്ക്, ദാറ്റ് ഇസ് കോൾഡ് പ്രൊക്കാസ്റ്റിനേഷൻ. ടൈം മാറ്റി വെക്കുക. അപ്പോൾ ഒരു ആള് പറഞ്ഞു എന്നാണ് പറയുന്നത്, തൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊക്കാസ്റ്റിനേഷനാണ്. അപ്പോൾ ആൾ തിരിച്ചു പറഞ്ഞു, അതാണോ, എനിക്കതിൻ്റെ അർത്ഥം അറിയില്ല, ഞാൻ നാളെ അത് ഡിക്ഷണറി നോക്കാം. അക്കണ്ട, അവിടെ തന്നെ പ്രൊക്കാസ്റ്റിനേഷൻ. അപ്പം ഇന്നിപ്പോൾ ഡിക്ഷണറി മുമ്പിലുണ്ട്, ഇന്ന് നോക്കാം, പക്ഷെ ഞാൻ നാളെ നോക്കാമെന്ന് പറയാം. അപ്പോൾ ഇതാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യുന്ന ആൾക്കാർ ആവശ്യമില്ലാതെ കാര്യങ്ങൾ പിന്നത്തേക്ക് വെക്കും. ദാറ്റ് ഇസ് കോൾഡ് പ്രൊക്കാസ്റ്റിനേഷൻ. ദെൻ അടുത്ത ഇന്റർപേഴ്സണൽ സ്കിൽസ്. അപ്പോൾ നമ്മൾ ഇന്റർപേഴ്സണൽ സ്കിൽസ് നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ സ്കിൽസ് 2 പേര് തമ്മിലുള്ള ബന്ധങ്ങൾ അത് സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ, അത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക. ദാറ്റ് ഇസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വെർബലാകാം, നോൺ വെർബലാകാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൈയുടെ ആക്ഷൻ കാണിക്കുന്നതാകാം. അപ്പോൾ എപ്പോഴും ഈ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ടായിരിക്കാൻ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് കഴിയുന്നത്രയും നമ്മൾ ഒഴിവാക്കണം. കമ്മ്യൂണിക്കേഷൻ ധാരാളം ബാരിയേഴ്സ് ഉണ്ട്. ഒന്നെങ്കിൽ വാക്കുകളുടെ വ്യത്യാസങ്ങൾ, അർത്ഥങ്ങളുടെ വ്യത്യാസങ്ങളാണ്. ഇപ്പം എറണാകുളത്ത് പറയുന്ന ഒരു മീനിങ് ആയിരിക്കണമെന്നില്ല ട്രിവാൻഡ്രത്ത് പറയുന്ന അതേ ആയിരിക്കണമെന്നില്ല കാസർഗോഡ് പറയുന്നത്. അപ്പം കോഴിക്കോട് സ്ഥലത്ത് കയറി കുത്തിയിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിയിരിക്കാനായിട്ടാണ് അർത്ഥം. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ കയറി കുത്തിയിരിക്കാൻ നമ്മുടെ മനസ്സിൽ ഇതെന്താണ് പറയുന്നത്, അല്ല വിളിക്കുന്നത്. തൃശ്ശൂർ വ്യക്തിയെ ഗിടാവെന്നാണ് വിളിക്കുന്നത്, സ്നേഹം കൊണ്ട് അവർ വിളിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള വാക്കുകളുടെ കമ്മ്യൂണിക്കേഷനകത്ത് കണ്ടമാനം അർത്ഥങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരാം, ഭാഷകൾക്ക് വ്യത്യാസം വരാം, അതിൻ്റെ പ്രൊണൗൺസിയേഷന് വ്യത്യാസങ്ങൾ വരാം, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് നമ്മൾ ഇത് സ്ട്രെസ് കുറയ്ക്കുന്നതാണ്. ദെൻ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്ന ഒരു കലയാണ്. ലിസണിങ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്നതല്ല, ആക്റ്റീവ് ലിസണിങ്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ വെറുതെ കേട്ടുകൊണ്ടിരിക്കും, ഇപ്പം എല്ലാവരും നോക്കിക്കൊണ്ട് മൊബൈൽ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നവർക്ക് തോന്നുന്നത് ഇത് ഇയാൾ ശ്രദ്ധിക്കുന്നില്ല, ഇയാളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ആക്റ്റീവ് ലിസൺ എന്ന് പറയാം, എപ്പോഴും നിങ്ങൾ ആളെ സംസാരിക്കാൻ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമുക്ക് അവർക്കൊരു പ്രതികരണം കൊടുക്കണം, നമ്മൾ കേൾക്കുന്നുണ്ടെന്ന് അങ്ങനെയാണോ, എന്നിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഒരാൾ പറഞ്ഞു ശരി, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല, പിന്നെന്ത്, അപ്പോൾ അയാളത് അതാണ് ആക്റ്റീവ് ലിസണിങ്. അല്ലാതെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുന്ന ആക്റ്റീവ് ലിസണിങ് അല്ല. ആക്റ്റീവ് ലിസണിങ് നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ മാനറിസം, വേ ഓഫ് തിങ്, ഇത് ആൻസറിങ്, ഇതെല്ലാം ആക്റ്റീവ് ലിസണിങ്ങിനകത്ത് പെടുന്നതാണ്. ദെൻ ഓപ്പൺ ടു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ നമ്മളോട് പറയും ശരി എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയും. ദിസ് ഈസ് കോൾഡ് ഓപ്പൺ ഫീഡ്ബാക്ക് ആണ്.
അപ്പോൾ കമ്മ്യൂണിക്കേഷന് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ആക്റ്റീവ് ലിസണിങ് വേണം, ഓപ്പൺ വേണം, പേയിങ് അറ്റൻഷൻ ടു നോൺ വെർബൽ ബിഹേവിയർ. നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അയാൾക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്നിരിക്കും, നമ്മൾ കേൾക്കാം. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കുക. അപ്പം അയാളുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ തിരിഞ്ഞു, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അയാൾ ഇറിറ്റേറ്റഡ് ആയി, നമുക്ക് കേൾക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ഫോണെന്നുള്ള ഹറിബറിയായിട്ട് നിൽക്കുക. അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നോൺ വെർബൽ ബിഹേവിയറിനെയും നമ്മൾ ചെയ്യണം. എപ്പോഴും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ നോൺ വെർബൽ ബിഹേവിയറിനെ നമ്മൾ ചെയ്യണം. മാനേജിങ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. അപ്പം ബാരിയേഴ്സ് എന്തൊക്കെയുണ്ട്? അപ്പം ചിലപ്പോൾ വാക്കുകളുടെ ആകാം, ഡിസ്ട്രാക്ഷൻസ് ആകാം, പറയുന്ന ഡിസ്റ്റൻസ് ആകാം, ഇട്ടിരിക്കുന്ന ഫാനിൻ്റെ ആകാം, ചിലപ്പോൾ ഫാനിൻ്റെയും ചിലപ്പോൾ. പിന്നെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഇതൊക്കെ. വേറെ ആൾക്കാർ വരിക, അപ്രശബ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ പാട്ട് വെച്ചുകൊണ്ടിരിക്കുക. പലയിടത്തും ചെല്ലുന്നത് കാണാം, ടി വി ഇട്ടുകൊണ്ടിരുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതൊരു ബാരിയറാണ്. കാരണം ടി വിയുടെ ശബ്ദം ടി വി ശ്രദ്ധിക്കുമോ, ഇല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ ശ്രദ്ധിക്കും. അപ്പം ഇതൊരു ബാരിയറാണ്. അപ്പം ഈ ബാരിയേഴ്സിനെ നമ്മൾ ഓവർകം ചെയ്യണം. ദെൻ പേഴ്സണൽ സ്പേസ്. എപ്പോഴും പേഴ്സണൽ സ്പേസ് ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ചിലർക്ക് വളരെ ക്ലോസ് ആയിട്ട് വന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന കാണാം. അപ്പം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് സംസാരിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഒരു ഓഫീസിൽ നമ്മളുമായിട്ട് സംസാരിക്കുന്നതായിട്ടുണ്ട്, ഇരിക്കുന്നതിനുണ്ട്, നിൽക്കുന്നതിനുണ്ട്. അപ്പം എപ്പോഴും ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ കൊടുക്കണം. അടയ്ക്കെന്ന് പറയാം, ചിലപ്പോൾ കെട്ടിപ്പിടിച്ചെന്ന് പറയാം. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഇൻറ്റിമസി ആകുമ്പോൾ അത് നമ്മൾ ഓഫീസറുടെ അടുത്ത് നമുക്ക് പറ്റില്ല, ഓഫീസിൽ നമുക്ക് പറ്റില്ല. പബ്ലിക്കിന് മുമ്പേ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളത് പറ്റില്ല. അപ്പോൾ ഈ പേഴ്സണൽ സ്പേസ് എപ്പോഴും നമുക്ക് കൊടുക്കാൻ കമ്മ്യൂണിക്കേഷൻ തയ്യാറായിരിക്കാം. സെൽഫ് അവെയർ. നമുക്ക് നമ്മളെക്കുറിച്ചൊരു നമ്മുടെ ആക്ഷന്, നമ്മൾ ചെയ്യുന്ന മൂവി, നമ്മുടെ ഡ്രസ്സ്, ഇവൻ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഡ്രസ്സോടെ ഇതാണ് ഒരു പ്രസംഗിക്കാനായിട്ട് ചെയ്യുന്നത്. നല്ല ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാം, വലിയ പടവുള്ള ഷർട്ടൊക്കെ ഇട്ടുവന്ന് അവർ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഡ്രസ്സിനെ ആയിരിക്കും സംസാരിക്കുക. നമ്മുടെ ആക്ഷൻസ്, ഓവർ ആക്ഷൻസ്, നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന കൂടുതൽ ഓവർ ആക്ഷൻസിനെ അവർ ശ്രദ്ധിക്കും. അപ്പം നമ്മുടെ രീതി, നമ്മുടെ നിൽക്കുന്ന രീതി, ഇതെല്ലാം നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അപ്പോൾ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു, ലിസണിങ് ഉണ്ടാകും, ഓപ്പൺ ടു ഫീഡ്ബാക്ക്, മറ്റൊരു പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാകണം, നോൺ വെർബൽ ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കാനും, കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യണം, പേഴ്സണൽ സ്പേസ്, സെൽഫ് അവെയർനെസ്, നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു ബോധമുണ്ടാകണം. Then interpersonal skills, effective communication, active listening, open feedback. Then emotional intelligence. എമോഷണൽ ഇൻ്റലിജൻസ് ഫസ്റ്റ് സെൽഫ് അവെയർനെസ് ആണ്. വൈകാരികമായി നമുക്കുള്ള കാര്യം സെൽഫ് അവെയർനെസ്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധം വേണം. എപ്പോഴും ഏത് എമോഷണൽ ഇൻ്റലിജൻസ് വെക്കുമ്പോൾ നമ്മൾ എവിടെയാണ്, എന്താണ്, ആരാണ്, എന്താണെന്ന്, എങ്ങനെയാണെന്നുള്ള നമ്മൾ, ദാറ്റ് ഇസ് കോൾഡ് സെൽഫ് അവെയർനെസ്. അതിനകത്ത് നമ്മുടെ വേർഷവും കാര്യങ്ങളും, നമുക്ക് സെൽഫ് റെഗുലേഷൻ, എല്ലാ കാര്യത്തിലും നമുക്കൊരു നിയമം വേണം. ആ നിയമത്തോട് നമ്മൾ ഭയങ്കര ഇൻ്റലിജൻസ്, നമുക്ക് എവിടെ എങ്ങനെ പെരുമാറണം, എന്ത് കാണിക്കണം, ഏത് രീതിയിൽ വേണം, അതാണ് സെൽഫ് റെഗുലേഷൻസ്. നമുക്ക് ഒരു ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ ആണ് പറയുന്നത്. ദെൻ മോട്ടിവേഷൻ. എപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കും. നമുക്ക് നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം. സെൽഫ് എമോഷൻ ഇൻ്റലിജൻസ് ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ പ്രവർത്തിക്കാനായിട്ട് മുമ്പോട്ട് കൊണ്ടുവരിക, നമ്മളെപ്പോഴും മറ്റുള്ളവർ ചെയ്യാൻ പറ്റും. അപ്പോൾ എമോഷൻ ഇൻ്റലിജൻസ് പറയുന്നത് എവിടെ, എങ്ങനെ, എപ്പോൾ, എങ്ങനെ, ഏത് തരത്തിൽ നമ്മുടെ വികാരങ്ങളെ കാണിക്കണം. അപ്പോൾ ആ എമോഷൻ ഇൻ്റലിജൻസ് പറയുന്ന സമയത്തിനനുസരിച്ച്, കാര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നതാണ് നമ്മൾ എമോഷൻ ഇൻ്റലിജൻസ് പറയുന്നത്. അപ്പം അതിനകത്ത് സെൽഫ് മോട്ടിവേഷൻ വേണം. പിന്നെ എമ്പത്തി വേണം. ആരെങ്കിലും എമ്പതി, ഇത് എൻ്റെ ഒരു കാര്യമാണെങ്കിൽ സിമ്പതി, അയ്യോ നിനക്കങ്ങനെ പറ്റിപ്പോയി, അത് സിമ്പതിയാണ്, അയ്യോ കഷ്ടം അങ്ങനെ പറ്റുമോ, പക്ഷെ ഇതെൻ്റെ കൂടെ കാര്യമാണ്, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുള്ള എമ്പത്തി വേണം. അപ്പോഴാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ദെൻ സോഷ്യൽ സ്കിൽസ്. സാഹചര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഓരോ പ്രശ്നങ്ങളും വരുമ്പോൾ ആ പ്രശ്നങ്ങളെ നമുക്ക് വിലയിരുത്താനും അതിനെ നേരിടാനും സാമൂഹികമായ കാര്യങ്ങൾ നൽകാൻ, ദാറ്റ്സ് കോൾഡ് സോഷ്യൽ സ്കിൽസ്. ദെൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും കോൺഫ്ലിക്റ്റ് എഴുതുമ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എഴുതണം. എന്തൊക്കെയാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ? ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ദ അവോയ്ഡൻസ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ, ഞാൻ വേറെ ആളുമായിട്ട് പ്രശ്നമുണ്ടായാൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒഴിവാക്കണം, ആ സാഹചര്യം നമ്മൾ രക്ഷപ്പെട്ടു പോകണം. ദെൻ കോമ്പറ്റിങ്, അതുമായിട്ട് മത്സരിക്കുക. പ്രശ്നം കോൺഫ്ലിക്റ്റ് വന്നാൽ ഞാൻ മത്സരിച്ച് ഞാൻ ജയിക്കാൻ പോകുന്നു. അതാണ്
അത് ആണോ? പിന്നെ അക്കോമഡേറ്റിംഗ് എന്ന് വെച്ചാൽ നീ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടാം. ശരി, താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ ഒരു കോംപ്രമൈസിൻ്റെ അതേ രീതി തന്നെ അക്കോമഡേറ്റ്. താൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞ് എനിക്ക് സിനിമയ്ക്ക് പോകണം, വേറൊരാൾ പറഞ്ഞ് ഐസ്ക്രീം കഴിക്കാൻ പോകണം, രണ്ടുപേരും തമ്മിൽ വഴക്കായി. നമ്മൾ അതിനെ അക്കോമഡേറ്റ്. ശരി, നമുക്ക് ആദ്യം ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് സിനിമ കാണാൻ പോകാം, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് ഇത് ചെയ്യാം. അപ്പം നമ്മൾ അയാളെ അക്കോമഡേറ്റ് ചെയ്യും. അപ്പം അയാൾക്കും കുഴപ്പമുണ്ടായാലും നമുക്കും കുഴപ്പമില്ല. അവോയ്ഡൻസ് അയാൾ നമ്മൾ ഒഴിവാക്കുക. അയാൾ പറഞ്ഞാൽ നീ നിൻ്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകും. എന്നാൽ ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്, ഞാൻ ജയിക്കാം. ദാറ്റ് ഇസ് കോൾഡ് കോമ്പറ്റീവ്. ദെൻ നമ്മൾ അടുത്ത് വരുന്നത് കൊളാബറേറ്റിംഗ് ആണ്. രണ്ടുകൂടെ ചേർത്ത് നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കൊളാബറേഷൻ രണ്ടുകൂടെ ചേർന്നിട്ട് നമുക്ക് മിക്സ്ഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ കോംപ്രമൈസ്. ശരി, നമ്മൾ കോംപ്രമൈസ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. ദാറ്റ് ഇസ് കോൾഡ് കോംപ്രമൈസ്. ദെൻ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് വരാം. അപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടായാൽ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലത്തെ റൊട്ടീൻ പ്രോബ്ലം ഉണ്ട്, ഇമ്മീഡിയറ്റ്. ആ റൊട്ടീൻ പ്രോബ്ലം ഇമ്മീഡിയറ്റ് ആക്ഷൻ നമ്മൾ എടുക്കേണ്ട ഒരു പ്രോബ്ലമാണ് കോൾഡ് ഇമ്മീഡിയറ്റ്. ദാറ്റ് ഇസ് കോൾഡ് റൊട്ടീൻ പ്രോബ്ലം. നോൺ റൊട്ടീൻ പ്രോബ്ലം സൊല്യൂഷൻ ഇസ് നോട്ട് ഈസിലി ബട്ട് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ. അപ്പം ഈസിലി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി ആയിട്ടോ അല്ലെങ്കിൽ ഈസിലി ആയിട്ടോ അവൈലബിൾ ആയിരിക്കില്ല. അതിനെ അനലൈസ് ചെയ്ത് നമുക്ക് പ്രോബ്ലത്തെ കാണാം. റൊട്ടീൻ പ്രോബ്ലം ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതിനൊരു തീരുമാനം എടുക്കേണ്ടതാണ്, വളരെ തീരുമാനം എടുത്തേ പറ്റുള്ളൂ. പക്ഷെ നോൺ റൊട്ടീൻ ആണെങ്കിൽ പ്രോബ്ലത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് പിടിച്ചതിന് ചെയ്യേണ്ടതാണ് ഇത് റൊട്ടീൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പിന്നെ വെൽ ഡിഫൈൻഡ് ആണ്. അത് അതിനകത്ത് ഒരു ക്ലിയർ കട്ട് ഇതുണ്ട്. നമ്മൾ അതിനെ ഗോൾസും സബ് ഗോൾസും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്ത് അതിനൊരു തീരുമാനം എടുക്കണം. അപ്പം വെൽ ഡിഫൈൻഡ് ആണ്. ഇൽ ഡിഫൈൻഡ് ഓർ പുവർലി ഡിഫൈൻഡ് പ്രോബ്ലംസ് ഉണ്ടാകും. വെൽ ഡിഫൈൻഡ് ആൻഡ് ഇൽ ഡിഫൈൻഡ്. വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് ഹാവ് ഗോട്ട് ക്ലിയർ കട്ട് ഐഡിയാസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇൽ ഡിഫൈൻഡ് ആകുമ്പോഴത്തേക്ക് പ്രോബ്ലം ഒന്ന് നോട്ട് ക്ലിയർ, നമുക്കിത് എങ്ങനെ ചെയ്യണത് ഏതാണെന്നറിയില്ല. അപ്പം പ്രോബ്ലം പലതരത്തിലുണ്ട്. റൊട്ടീൻ പ്രോബ്ലം വിച്ച് നീഡ്സ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. മറ്റേ ഈസിലി നമുക്ക് നോൺ റൊട്ടീൻ ആകുമ്പോൾ ഈസിലി നമുക്ക് സൊല്യൂഷൻ ഉണ്ടാകാൻ പറ്റില്ല, അത് നമുക്ക് ചെയ്യാം. പിന്നെ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം കറക്റ്റായിട്ട് ഇത് ചെയ്തു, അതിന് നമുക്ക് സൊല്യൂഷൻ കിട്ടണം. ഇൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് ചെയ്യേണ്ടതാണ് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്മുടെ സ്ട്രെസ്സിനകത്ത്. അപ്പം എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ഹൗ വി ക്യാൻ പല സ്റ്റെപ്പ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. അത് എന്താണ് പ്രോബ്ലം? അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയും. ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇതേ, നമ്മൾ എവിടെയെങ്കിലും പോകാൻ പോയി, നമുക്ക് സമയത്ത് എത്താൻ പറ്റുകയില്ല, അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കിലാണ്. പ്രോബ്ലത്തെ നമ്മൾ ഇത് ചെയ്തു. ഐഡൻറ്റിഫിക്കേഷൻ എന്തുകൊണ്ടാണ്, കാരണം പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി, വിശദമായിട്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ദെൻ ബ്രെയിൻ സ്റ്റോമിങ് ഫോർ ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ പറയാം ഇതിന് പരിഹാരം എന്താണ്, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇന്നത് ചെയ്തേ പറ്റുള്ളൂ. അതിനെന്താണ്? കാരണം ഐഡിയാസ് കൊണ്ടുതന്നെ പലതും വരികയാണ്. ഇപ്പം ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത വണ്ടിയെ പോകാം, അല്ലെങ്കിൽ ഇതിട്ട് പോകാം, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് വിവരങ്ങൾ പറയാം. ഇത് നമ്മൾ കുറേ സൊല്യൂഷൻ നമ്മുടെ പ്രോബ്ലത്തിന് കിട്ടും. അതാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയാം. ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വരിക, അതിന് പരിഹാരങ്ങളും കുറേ വരിക. അപ്പോൾ നമ്മൾ പ്രോബ്ലത്തെ നമ്മൾ മനസ്സിലാക്കി ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ടിങ് എ സൊല്യൂഷൻ. നമ്മൾ കുറേ സൊല്യൂഷൻസ് നമ്മൾ എടുത്തു, ആ സൊല്യൂഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പം അതിനകത്ത് ഒരു സൊല്യൂഷൻ നമ്മൾ എടുത്തു. അപ്പം ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനല്ല, പല സൊല്യൂഷൻസ് ഉണ്ടാകാം. ആ പല സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോലെ. നെക്സ്റ്റ് വൺ അത് ഇംപ്ലിമെൻറ്റ് ഇൻ ദ പ്ലാൻ. നമ്മൾ എങ്ങനെയാണ് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ട് അതെങ്ങനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, നടപ്പാക്കാൻ പോകുന്നു. അത് നടപ്പാക്കി കഴിഞ്ഞാൽ എഫക്റ്റീവ്നെസ് ഓഫ് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ നമുക്ക് എഫക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും. അപ്പം പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലമാണ്. ആദ്യം പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് സെക്ഷനാണ്. നമ്മൾ അതിനകത്ത് ഐഡിയാസ് നമ്മൾ കളക്ട് ചെയ്യും.
ഐഡിയാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും കുറേ സൊല്യൂഷൻസ് നമ്മൾ വരും. ഒരു പ്രശ്നത്തിന് 10 സൊല്യൂഷൻ നമ്മൾ വന്നു, ആ 10 സൊല്യൂഷൻ നമ്മൾ എടുത്തു. പക്ഷെ 10 സൊല്യൂഷൻ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ അതിനകത്ത് ചെയ്തു. നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് പോകാൻ നോക്കിയാൽ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. പെട്ടെന്ന് പക്ഷേ നമുക്ക് സമയത്ത് എത്തണം, സമയത്ത് എത്തിയേ പറ്റുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ എന്ത് പറ്റും, ബ്ലോക്കായി. അവിടെ നമ്മൾ കാര്യങ്ങൾ എന്താ ബ്ലോക്കായി, ഉടനെ 5 മിനിറ്റിനുള്ളിൽ പോയി. ഓക്കെ ശരി, 5 മിനിറ്റിനുള്ളിൽ നമുക്ക് സമയമുണ്ട് അവിടെ എത്താനായിട്ട്. അതല്ല, ഇപ്പോഴെങ്കിലും മാറുകയല്ല, ഒരു മണിക്കൂറെങ്കിലും കഴിയും. പക്ഷെ നമുക്ക് ഒരു 10-15 മിനിറ്റുള്ളിൽ നമുക്ക് അവിടെ എത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടി, എന്താണ് അവിടെ ഒരു ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വണ്ടി കിടക്കുന്നു, അത് മാറ്റിയാലേ പറ്റുള്ളൂ. അപ്പോൾ എന്താ മാറ്റാൻ എളുപ്പ വഴി എന്താണ്? അപ്പോൾ നമ്മൾ ഉടനെ ഇന്ന കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ഐഡിയാസ് കിട്ടി, ഇനി സൊല്യൂഷൻ നമുക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ. ഉടനെ ഒരാൾ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അപ്പുറം പോയിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോവാം. അപ്പോൾ ഒരാൾ പറഞ്ഞില്ല, പറ്റുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടും ബ്ലോക്കാണ്, ആ വണ്ടിയെല്ലാം വന്ന് കിടക്കുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് വണ്ടി പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ വേറെ ആൾ പറയും ശരി നമുക്ക് നടന്നു പോകാം. നമുക്ക് നടന്നു പോകാൻ പക്ഷേ നമ്മൾ അവിടെ വരെ നടന്നു ചെല്ലുന്നത് പ്രാക്ടിക്കൽ അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് വേർത്ത് വളരെ മോശം സമയത്ത് എത്താൻ പറ്റുമായിരിക്കും, പക്ഷെ നമ്മൾ വളരെ വേർത്ത് വിളിച്ചു പോകും. ഉടനെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് മീറ്റിംഗ് മാറ്റി വെക്കാനായിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം, നമ്മൾ ഇന്നെടുത്താന്ന് പറയാൻ പറ്റും. അപ്പം നമ്മൾ ശരി 10 മിനിറ്റ് നമുക്ക് നോക്കാം, പക്ഷേ എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു ഉറപ്പില്ല. കാരണം ഇതിപ്പോൾ തന്നെ നമ്മൾ കെട്ടിരിക്കുന്നത് അരമണിക്കൂർ 1 മണിക്കൂറാകുമെന്നാണ് കെട്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സൊല്യൂഷൻസ് കുറയണം കണ്ടുപിടിക്കും. ഐഡിയാസും അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഒരാൾ പറഞ്ഞ് പെട്ടെന്നൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് നമുക്ക് നടക്കാൻ പറ്റുന്ന അത്രയും വരെ, അല്ലെങ്കിൽ ഇന്ന റോഡിൽ കൂടി ഉണ്ട്, ആ റോഡിൽ നമ്മൾ ചെന്ന് നിൽക്കാം. വേറെ റോഡും നമുക്കുണ്ട്, ആ റോഡിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ വരെ ചെല്ലുമ്പോൾ ആരെങ്കിലും നമ്മളെ വന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ അവരുടെ വണ്ടി ഇന്ന സ്ഥലത്ത് പറ്റും, നമുക്ക് അവർ വിളിച്ച് കറക്റ്റായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ശരി നടക്കും, അവരെ വിളിച്ച് നോക്കി, ഓക്കെ ശരി നമുക്ക് വരാം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരാൻ പറ്റില്ല, കാരണം നമുക്ക് അത്ര വലിയൊരു വണ്ടിയില്ല. അപ്പോൾ ശരി നമുക്ക് 2 ബൈക്ക് വരട്ടെ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ചെയ്തു, നമ്മളവിടെ ചെയ്തു, വണ്ടിയെ കയറി സമയത്ത് അവിടെ ചെയ്തു, പ്രോബ്ലം ഈസ് സോൾവ്. അപ്പം അത് പ്രോബ്ലം സോൾവ് ആകുന്ന എഫക്റ്റീവ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ യു ഫൗണ്ട് എ സൊല്യൂഷൻ. ഇല്ല എങ്കിൽ നമ്മൾ അടുത്ത പ്ലാൻ നമ്മൾ നിൽക്കും. അപ്പോൾ അടുത്ത പ്ലാൻ എന്താണ്? അപ്പോൾ കുറേ സൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ സൊല്യൂഷൻ നമ്മൾ ഒരെണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നടക്കുമെങ്കിൽ ദാറ്റ് പ്രോബ്ലം ഈസ് സോൾവ്. ഇല്ലെങ്കിൽ അടുത്ത സൊല്യൂഷൻ നമുക്ക്. അങ്ങനെ ഈ ലൂപ്പിനകത്ത് ഏതാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് അത് നമ്മൾ എടുത്തിടുമ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പം നമുക്ക് സ്ട്രെസ് കുറഞ്ഞു, ടെൻഷൻ കുറഞ്ഞു. അപ്പം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും ഹൗ ടു റിസോൾവ് ദ കോൺഫ്ലിക്റ്റ്, ഹൗ ടു റിസോൾവ് ദ പ്രോബ്ലം. ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ഓഫ് ലേണിങ്ങും കൂടെയാണ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ഓഫ് ലേണിങ്ങും കൂടെയാണ്. അങ്ങനെയാണ് നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കാണുക. അപ്പം സ്ട്രെസ് എന്താണ്, സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നു, സ്ട്രെസ് എന്താണ്, എത്ര തരത്തിലുള്ള സ്ട്രെസ്സുകളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സ്ട്രെസ്സുകളുണ്ട്, സ്ട്രെസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, സ്ട്രെസ് ഉണ്ടായാൽ നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാം, ആ എന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്, ശാരീരികമായി മാനസികമായി പ്രവൃത്തിയിൽ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു, അതിന് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം, അതിനകത്ത് എന്തൊക്കെ സൊല്യൂഷൻസ്, എന്തൊക്കെ പരിഹാരങ്ങളാണ്. അപ്പം അതിനകത്ത് എന്തൊക്കെ ടെക്നിക്സ് ഉണ്ട്. റിലാക്സേഷൻ ടെക്നിക്സ് എന്താണ്? റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിനെ നമ്മൾ കാമാക്കാൻ ചെയ്യുന്നതാണ്. അതൊരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് ചെയ്യണം, പർട്ടിക്കുലർ സമയത്ത് ചെയ്യണം, പർട്ടിക്കുലർ രീതി ചെയ്യണം, വ്യക്തികൾക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പം അങ്ങനെ നമുക്ക് അതിന് സൊല്യൂഷൻസ് ഉണ്ട്. ദെൻ ദർ ആർ ഡിഫറെൻറ്റ് ടെക്നിക്സ്. ആ ടെക്നിക്സ് ടൈം മാനേജ്മെൻ്റ് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് ഉണ്ട്, റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, ബ്രീത്തിങ് ടെക്നിക്സുകളുണ്ട്, ആസനാസ് ഉണ്ട്, യോഗാസനാസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെ എന്താണ് സ്ട്രെസ് എങ്ങനെ ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ നേരിടാം, ഏതൊക്കെ കാര്യങ്ങളാണുള്ളത്, എന്താണ് കോൺഫ്ലിക്റ്റ്, എങ്ങനെയാണ് അതിന് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 7-8 ക്ലാസ്സായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്.
അതിനകത്ത് പരീക്ഷയ്ക്ക് കൂടുതലും പ്രോബ്ലം കോപ്പിംഗ് സ്ട്രാറ്റജിയൊക്കെയാണ് ബേസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പം ഈ 8 ക്ലാസ്സുകളിലും സഹകരിച്ച എല്ലാവർക്കും, കൂടിയുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും സ്ട്രെസ് ലെസ് ലൈഫ് ആസ്വദിക്കും. നമസ്തേ.